ഇനിയിപ്പോ ജിൻഡോയുടെ ഒരു കടന്നൊരു മറ്റുള്ള നടന്മാർക്ക് ഭീഷണിയായിട്ട് ഒന്ന് ജിൻഡോ ഇൻഡസ്ട്രിയിലേക്ക് വരണം. അപ്പൊ അത് ഏത് സിനിമയെ കുറിച്ചിട്ടാണ് ഞാൻ ഭീഷണി ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ബിഗ് ബോസിൽ പോയതിനായിട്ട് ബിഗ് ബോസിൽ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് വേണ്ട നമുക്ക് ഇന്നലെ നാളെ ചാൻസ് എടുത്ത് വെച്ചിട്ടാണ് ഇവർ പിന്നാലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൈസ മേടിക്കുന്നത് കഴിക്കുന്നത് എന്നാലും നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു, എന്റെ ആഗ്രഹം എന്തായിരുന്നു സിനിമ കയറുന്നതാണ്. അതിനകത്ത് എന്നോട് സ്നേഹമുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷിന്റെ പിന്നാലെ ഞങ്ങൾ എപ്പോഴും നടക്കും. മാഷിന്റെ വീട്ടിൽ ഒരു മാഷിന്റെ ടൈം വയ്ക്കും. പക്ഷെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മാഷ് ജൂനിയർ ആർട്സിലേക്ക് ആ സാധനം നായകന്മാരും നായികമാരുണ്ട്. അതിനകത്ത് ഒരാളെ ഞാൻ അത് നമ്മുടെ ബിഗ് ബോസിൽ ഞാൻ പോണേലും 4-5 വർഷം മുമ്പ് ചെയ്തതാണ്. 4-5 വർഷം മുമ്പ് ചെയ്തിട്ട് അത് ആ പടം അത്ര ഹൈപ്പാതിരിക്കണ്ട. കാരണം ഒരു ചെറിയ ഫണ്ടിന് ചെറിയ ആൾക്കാർ പൈസ കളക്ട് ചെയ്ത സാറാണ്. ഫിലിപ്സ് എന്ന് പറഞ്ഞ സാറാണ്. അത് യുകെയിലാണ്. ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്ത് തിരക്കഥ ചെയ്ത്. കാരണം ഉള്ള സ്ക്രിപ്റ്റൊക്കെ നല്ലതാണ്. ഇനി അടുത്ത അത് കഴിഞ്ഞിട്ടുള്ള സന്ദർഭം എന്ന് പറയാം. ഞാൻ അടുത്ത 2 ഫാമിലി സർക്കസ് സൂപ്പർ പടം പിന്നെ ദയാവധം ഇത് 2 കഴിഞ്ഞേക്കണം. അത് 2 നല്ല പടം. ഇത് നല്ല പടം ഇല്ലാന്നല്ല കേട്ടോ. അതായത് നമ്മൾ ബഡ്ജറ്റ് കുറച്ച് എത്ര പടം ചെയ്യണം അതിന് ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു അഭിനയിക്കാൻ പോലും കണ്ടിട്ട് ചെയ്ത് പിന്നെ എനിക്ക് അടുത്ത നിങ്ങൾ പറയുന്ന സാധനം അടുത്ത ഞാൻ മൂവി ചെയ്യാൻ പോകുന്നത് സമ്പത്ത്. അടുത്ത മൂവി ചെയ്യാൻ പോകുന്നത് അത് 4 ആള് മറ്റേ മറ്റേ പടത്തിലെ മറ്റേ നമ്മുടെ ഞാൻ കാന്താരൂര് ഉണ്ട്. അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ നമ്മൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ ബിഗ് ബോസ് ഇടയ്ക്ക് കാണും. ഇപ്പൊ ആരാ കൂടുതൽ ഗെയിം കളിക്കുന്നത്? അതായത് ആളങ്ങനെ അതായത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം ഈ കണ്ടിട്ടുണ്ടെങ്കിൽ ആളങ്ങനെയല്ല വരും. പക്ഷെ അന്വേഷിക്കുന്ന വ്യക്തിക്ക് അത് ചില ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഈ തവണ പെണ്ണ് വിളിച്ചിട്ടുണ്ടാവും പോയില്ല. ഒന്നും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആർക്കും റെസ്പെക്ട് ഇല്ല. അതായത് ഇവിടത്തേക്ക് ചെന്ന എല്ലാവരെയും മടക്കി കയ്യിലടിക്കും. കുടിച്ച് കറക്റ്റ് അവർ പോണം. എല്ലാവരെയും ലാലേട്ടനോടൊക്കെ അവരെല്ലാവരും എന്താ പറയാ, അത് ഞാൻ അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ലാലേട്ടൻ എന്നെ എന്തൊക്കെ വഴിപ്പ് പറഞ്ഞു, എന്തൊക്കെ ചീത്ത വിളിച്ചിട്ടോ എന്നെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തത് അത്രയും കൈകാലം പിടിച്ചിട്ടാണ് ഞാൻ ഗംഭീരം കെട്ടിപ്പിടിച്ച് ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറിയത്. പക്ഷെ ആ കേരളമാണ് എനിക്ക് ഗുണം കിട്ടിയത്. എന്താ കാരണം അവിടെ നിന്ന് ഞാൻ പഠിച്ചു ഞാനിവിടെ തെറിയുണ്ടാക്കിയ ശരിയാവും. കാരണം നമ്മളത്രയും കണ്ടുപോയിട്ടും തെറി പറയാനുള്ള കാരണം എന്താ, നമ്മളിങ്ങനെ അവരടിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ അടിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തു പോകും. ഈ സീസണിലൊക്കെ ഫേക്കായിട്ട് കളിക്കുന്ന ഒരു പേഴ്സണാലിറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അറിയോ, ഞാൻ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ പറയണം ഞാൻ ബിഗ് ബോസ് വിന്നർ പറയാം. ഞാൻ പറയാന്ന് പറഞ്ഞില്ലായിരുന്നു. അതായത് ഞാൻ ബിഗ് ബോസ് വിന്നർ പറയാമെന്ന് ഞാൻ ഇന്നലെ ബിഗ് ബോസിന്റെ ഏകദേശം ഒരു സംഭവം പറഞ്ഞപ്പോ ചിന്തിച്ചെടുക്കാം. അവിടെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വായിക്കുന്ന കാരണം അത് ഞാൻ സാധനം സെർച്ച് ചെയ്ത് വായിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ആള് 3-ാം സ്ഥാനത്തേക്ക് പോയിക്കാം. അതെന്ന് പറയില്ല, ഫസ്റ്റ് നിന്ന ആള് 3-ാം സ്ഥാനത്തേക്ക് പോയി. അപ്പൊ ആ 3-ാം സ്ഥാനത്തേക്ക് പോയപ്പോ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇനിയും 9-ാം തീയതി ഗ്രാൻഡ് ഫിനാലെ. ഈ 9-ാം തീയതി ഗ്രാൻഡ് ഫിനാലയുടെ ഇടയ്ക്ക് ഈ നിൽക്കുന്ന ആർക്കും ഇനി എങ്ങനെ കയറി വേണ്ടെന്നുള്ള സാധനം അറിയാൻ പാടില്ല. അതായത് ഈ ലാസ്റ്റ് ഗെയിമിൽ എന്ത് കളിക്കണമെന്ന സാധനം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിം കണ്ടുകൊടുക്കാനേ പറ്റും. ഇല്ല പറ്റിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും ഗെയിമിലില്ല. ആ ഗെയിമിൽ ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് സമയത്ത് അല്ല അങ്ങനെ ഞാൻ പറയില്ല. അറിയില്ല, ഞാൻ പറയില്ല. ഞാൻ ആരെയും ഞാൻ ഇന്ന് പറഞ്ഞേ അറിയാമെന്ന് പറയട്ടെ. അതായത് അത്രയും ഹൈപ്പിൽ നിന്നൊരാള് 3-ാം സ്ഥാനത്തേക്ക് പറയാൻ പറ്റാത്ത കാര്യം അറിയോ, ഞാൻ വേണമെങ്കിൽ കുറച്ച് ഒരു രാജ്യം വീണ്ടും ഒരു 10 പേരെ പറഞ്ഞ അത് ഒരാഴ്ച കഴിഞ്ഞാൽ കണ്ടിട്ട് പറയാൻ പറ്റും. നവംബർ 9 അത് ഞാൻ എക്സാമ്പിൾ പറയട്ടെ. ഈ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പറയട്ടെ.
നിങ്ങളുടെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. അതായത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് കയറുമ്പോ തന്നെ ആരെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ ആൾക്കാർ ചെയ്ത് കേട്ടിട്ടുണ്ടാവും. പിന്നെ ആരാണ് ഹൈപ്പിൽ നിൽക്കണമെന്ന് അറിയാൻ പറ്റില്ല. ആരാണ് ഹൈപ്പിൽ നിൽക്കണമെന്ന് അറിഞ്ഞിട്ട് ഇവര് എല്ലാവരും അവരോട് സപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ടാ അവൻ ജയിക്കുന്നത് നമുക്ക് തോന്നിയിട്ട്, അല്ലെങ്കിൽ അവൻ ജയിക്കുന്നത് തോന്നിയിട്ട് നമ്മൾ അവരുടെ പ്രീതി പിടിച്ചു പറ്റും. അതുകൊണ്ട് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യും. അവൻ കൂടുതലായിട്ട് അവർ ജയിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യണ്ട. എന്താ കാരണം അറിയോ? അതാണ് മലയാളീസിന്റെ ബുദ്ധി ഉണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ തീരുമാനം എടുത്തിട്ട് ജയിപ്പിച്ചാളാം ഞാൻ. അല്ലാണ്ട് നിങ്ങൾ അതായത് അത് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി പിയാതെ ചെയ്ത് കാരണം വെച്ചാൽ നിങ്ങളെന്ന് പറയുള്ളൂ. ഞാൻ നിങ്ങളെന്ന് പറയുള്ളൂ. സത്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാ, നിങ്ങൾ രണ്ടാമത് പിയാന്ന് വെച്ചാൽ നിങ്ങളാണ്. അതായത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ കാണുന്ന സാധനം പറഞ്ഞത്, അതായത് ഒരു മീഡിയാസ് എനിക്ക് ഇതിന് പറയൽ കുറവാണ്, എനിക്ക് മൈനസ് പറയൽ കുറവാണ്, എനിക്ക് അത് പോസിറ്റീവായിട്ട് പറയണം. ഞാൻ ആർക്കെങ്കിലും നിങ്ങൾക്ക് പൈസ വന്നിട്ട് പോയിട്ടുണ്ടോ? സത്യം ഞാൻ ഒരാളോട് ബിഗ് ബോസ് പോണോ എന്നും പറഞ്ഞു മനസ്സിലായി. പക്ഷെ ഞാൻ 4 ചാനൽ ഇന്റർവ്യൂ എടുത്തിട്ട് പോയത്, അത് കൊടുക്കാൻ പാടില്ല, കൊടുത്തിട്ട് പോയത്. ഞാൻ ബിഗ് ബോസിന്റെ കപ്പ് അടിച്ചിട്ട് വരുന്നത്. അത് അറിയാം എന്തായാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടി നമ്മള് രാവിലെ പ്രാർത്ഥിക്കണം. രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കും. എന്തായിരിക്കും പ്രാർത്ഥിക്കാം? കപ്പ് കിട്ടണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല, കപ്പ് കിട്ടുന്നതല്ലേ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്ന പറയാം, നമ്മുടെ പ്രകൃതിക്കൊരു ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് കപ്പിന് കിട്ടി, ഇനി ഞാൻ തരുന്നത് കപ്പിന് കിട്ടി, കപ്പിന്റെ കയ്യിലുണ്ട്. അതാണ് എന്റെ മൈൻഡ്. അത് നമ്മള് സാധനം നിങ്ങൾക്ക് കിട്ടുന്ന സാധനം നിങ്ങൾ അങ്ങനെ ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രകൃതിയോട് പറ, ഈ അനുമോള് ഇത്രയും സാധനം ആവശ്യമുണ്ട്. ഇവിടുന്ന അതായത് ഈ കൂട്ടത്തില് ഞാൻ അല്ല, ഈ കൂട്ടത്തില് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ പോയാൽ ഉറപ്പായിട്ട് ചെയ്യും. എന്താ കാരണം അറിയോ? അതായത് ആര് വോട്ട് ചെയ്യുന്നതല്ല, പക്ഷെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്താ വെച്ചാൽ അതായത് നിങ്ങൾ എക്സാമ്പിൾ പറയാം, ഈ മീഡിയക്കാരെ എല്ലാവരും കൂടിയിട്ട് ഒരു നറുക്കിടാം. അതാണ് ശരിയല്ലേ? ഒരു നറുക്കിടാം. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വിന്നർ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞത് ഈ യൂട്യൂബ് നിൽക്കുന്ന നിങ്ങള് ഈ മീഡിയാസാണ്, മറ്റേ മീഡിയാസ് അല്ല, ഈ മീഡിയാസാണ് ബിഗ് ബോസിന്റെ വിന്നർ തീരുമാനിക്കുന്നത്. ആണ് സത്യം. ചെലവുണ്ട്. അതായത് ഞാൻ ചെയ്തേക്കണ കാര്യങ്ങളില് ഞാൻ ചെയ്ത ഓരോ പ്രവർത്തി ഓരോ സാധനങ്ങൾ എടുത്തിട്ടാ എനിക്ക് കോടികൾ കിട്ടും. അത് നിങ്ങളെ പേഴ്സണലായിട്ട് കാണിച്ചാൽ ഇപ്പൊ PR ഇല്ലാതെ ബിഗ് ബോസിൽ ഒരു നല്ല പ്ലെയർക്ക് കളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല PR എന്തിനാണ് മനസ്സിലായില്ലേ? അത് PR വോട്ട് പിടിക്കാന്നുള്ളതല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. PR വോട്ട് പിടിക്കാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് വോട്ട് പിടിക്കാൻ പറ്റും, അല്ലാണ്ട് PR വോട്ട് പിടിക്കാൻ പറ്റില്ല. അനുമോളാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് കളിക്കുന്നതാണ് എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം. ഇന്ത്യയുടെ അറിവില് അത്തരത്തിലുള്ള ഒരു ഫാൻ ബേസ് ആയിട്ടുള്ള അനുമോളുടെ ഒരു ഫാൻസ് മാത്രമുള്ളൂ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അനുമോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. കാരണം ഇപ്രാവശ്യം വിഷയത്തിൽ അനുമോളുണ്ട്, അനുമോളുണ്ട്, പല പല മത്സരാർത്ഥികളുണ്ട്. അപ്പൊ ഈ അനുമോൾ മാത്രം എന്തുകൊണ്ട് സപ്പോർട്ട് വരുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അവിടെ അത് വാർത്തകൾ ഇങ്ങനെ പരക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ എങ്ങനെയാ താങ്കളുടെ ഭാഗം താങ്കൾ പറയണ്ടേ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സമയത്ത് അത് പറഞ്ഞില്ലായിരുന്നല്ലോ. അല്ലല്ല, ഞാൻ ഒളിവിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനതായത് ഇതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഞാൻ എന്റെ ഫ്ലാറ്റിൽ വന്നല്ലോ. ഒരു മൊബൈൽ ഓഫ് ചെയ്താൽ ഒന്നും ചെയ്തിട്ടില്ല. എന്താ സത്യം ഒളിച്ചു വരുന്ന സീനുകളാണ് വാർത്തകളിലെല്ലാം കാണുന്നത്. ഈ ലോകത്തുള്ള സകലമായ ഈ മുഖ്യമന്ത്രിയല്ലാതെ എല്ലാവരും എത്ര നിരൂപിക്കണ്ടാവും? എത്ര നിരൂപിക്കണ്ടാവും? അറിയില്ല. മുഖ്യമന്ത്രി മമ്മൂട്ടി എത്ര നിരൂപിക്കണ്ടാവും? അത് തിരിച്ചു എന്റെ പാർട്ണറല്ല, അവർക്കൂടെ കാശ് പറ്റില്ല. അവർക്ക് ഞാൻ ഇവിടെ വന്നിട്ട് കിടക്കാൻ സൗകര്യം ഇല്ലാണ്ട്
അതായത് അത് ആ കുട്ടിയുടെ സ്പോർട്സ് ഏരിയ എന്ന് വെച്ചിട്ട് കിടക്കാത്ത സമയത്ത് വീട്ടിൽ അവിടെ നിന്ന് ഇവിടെ വീട് സാധനങ്ങൾ തുടങ്ങി ഞാൻ അതിന്റെ വാറ ഉടനെ ഞാൻ മാസം 17,000 വെച്ച് അവരുടെ വണ്ടിയുടെ ഫീസ് അടക്കാൻ ഞാൻ ഇതെല്ലാം കൊടുക്കാൻ ഞാനാണ്. ആ കുട്ടിക്ക് ഞാൻ ഇതുവരെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടില്ല. അതുപോലെ കൊടുത്തിട്ടില്ല. ഇത്രയും കാശ് എടുത്തിട്ട് ഷെയ്ക്ക് ഫസ്റ്റ് ഇവര് പറഞ്ഞ സാധനം ഞാൻ ഇവിടെ നടത്തിക്കോളാം, ഒരു കോട്ടയത്ത് ഞാൻ അവിടെ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു വെളുപ്പിനെ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ജിമ്മ് പറഞ്ഞ ആൾക്കാരില്ല, രാവിലെ നോക്കാൻ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എത്തി കഴിഞ്ഞാൽ ഗ്രീവിന്റെ കഴിഞ്ഞപ്പോഴാണ് ഇത് പറയണത്. അപ്പൊ പിന്നെ ഞാൻ വീടെടുത്ത് കൊടുക്കാനാണെങ്കിൽ വഴിയില്ല, അങ്ങനെ വീടെടുത്ത് കൊടുക്കാം. വീടെടുത്ത് കിടത്ത് കുറച്ചേരം കഴിയുമ്പോൾ പറയാണ്, സാറേ ഞാൻ പാർട്ട് ടൈമായിട്ട് വേറെ ജോലിക്ക് പോകട്ടെ, എനിക്ക് മറ്റേ വണ്ടിക്ക് സീറ്റ് അടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതിലിപ്പോ ഏതോ വിശ്വസ്തനായ ഒരു മാനേജറെ വെച്ചാൽ പോരായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കണം. അത് പെൺകുട്ടീനെ വിശ്വസിച്ച് കേൾപ്പിച്ചില്ലേ? ഒരു പെൺകുച്ചിനെ വിശ്വസിച്ച് സ്റ്റാഫുകൾ വെക്കാം, മാനേജർ വെക്കാം, ഒക്കെ ഓക്കെ. പക്ഷെ നമുക്ക് എങ്ങനെ കാശ് കിട്ടുമെന്ന് നമുക്കറിയാം. ഇപ്പൊ കാശ് കിട്ടാൻ ഒരുപാട് വഴികൾ ഏർപ്പാടാക്കിയായിരുന്നു. അവിടെ നിന്നിട്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ സ്റ്റേജിലൊക്കെ വെക്കുന്നത്, ഞാൻ അങ്ങനെ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് നിങ്ങളുടെ എല്ലാവരും പരിശീലിപ്പിച്ചോളാം. നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അതായത് നല്ല ബിഗ് കമ്പനികളുടെ ഏഷ്യാനെറ്റ് ബ്രാൻഡ് ചെയ്ത കമ്പനികളുടെ ബ്രാൻഡിങ് എടുത്തു. ആടാ ആടാ മനു എക്സാമ്പിൾ ഇവിടെ സിൽക്ക് വലിക്കല്ലേ, സിൽക്ക് വലിക്കാൻ ഞാൻ കണ്ടില്ലേ, ഞാൻ വലിക്കാറുണ്ട്. ഞാൻ ബിഗ് ബോസിന് പോണേലും 4 മാസം മുമ്പ് സിൽക്ക് വലിച്ചു പഠിച്ചതാണ്. എന്തിനാ കമ്പനി ബ്രാൻഡ് ചെയ്യാനാണോ? അല്ല, അത് കമ്പനി പ്ലാൻ ചെയ്തതല്ല. ഈ സിഗരറ്റ് റൂം എന്ന സാധനത്തിൽ നമുക്ക് പല കാര്യങ്ങളുണ്ട്. നിക്കോട്ടിനല്ലേ? അതാണ് സിഗരറ്റ് വലിക്കുന്നവരോട് പറയാനുള്ളത്. പറയട്ടാ നിർത്തണം. അതല്ല ആദ്യം തന്നെ നമ്മുടെ 4 ലിറ്ററിന്റെ ബോട്ടിൽ വെള്ളം. ഇത് ഞാൻ എന്റെ ഒരു ടിപ്സ് പറയാം, മറ്റേ വേറെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. 4 ലിറ്ററിന്റെ ബോട്ടിൽ വെള്ളം മേടിച്ച് വെച്ചിട്ട് അത് ഒരു പറഞ്ഞെടുത്ത് ഒന്നിച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. തന്നെ കുറഞ്ഞ് കുടിക്കാം. ആ 4 ലിറ്റർ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിൽക്ക് വയ്ക്കാവും. മനസ്സിലായില്ല? ഇല്ല, ഒരു ചായ കുടിക്കും. നീ സൈഡ് വെക്കണം. അതായത് നമ്മുടെ ഈ ലിറ്ററിന്റെ വെള്ളല്ലേ, ഒരു ജാതി കുടിക്കാം. കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ 1 ലിറ്റർ വെള്ളം കുറച്ച് കുടിച്ച് തീർന്നിട്ട് അടുത്ത സിൽക്ക് വലിക്കാം. സെക്കൻഡ് സിൽക്ക് വലിക്കാവും. അപ്പൊ നമ്മൾ സിൽക്ക് വലിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത കുപ്പി വെള്ളം എടുക്കും. ആ അടുത്ത കുപ്പി വെള്ളം കുടിച്ചു തീർന്നിട്ടേ നമ്മള് ഇത് ചെയ്യാവും. അപ്പൊ നമ്മൾ 2 കാര്യങ്ങളും ഈ സിഗരറ്റ് വലിക്കാനുള്ള ദൂഷ്യം നമ്മുടെ കുറയും, വെള്ളം കൊണ്ട് കുടിക്കുന്നത് നല്ലതാണ്. അല്ല ചിന്തോ, പിന്നെ നമ്മളിത് കുറയ്ക്കാൻ അല്ല ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വലിച്ചു അങ്ങനെ കാരണം പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് നിങ്ങൾ ചെയ്തിട്ട് 100% ഒരു 90% ആൾക്കാർക്ക് എത്തിയിരുന്നു. എന്തുകൊണ്ടാ വലി തുടങ്ങിയത്? ബിഗ് ബോസിൽ പോയപ്പോ ഞാൻ വലി തുടങ്ങാൻ കാരണം ഫ്രണ്ടിലുള്ള മൊബൈൽ ബിഗ് ബോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്യാമറ റൂമിലുള്ള മറ്റേ സിഗരറ്റ് റൂമിലുള്ള ക്യാമറ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇല്ല. ഇവിടെ മോളിൽ ഒരു ക്യാമറ ഉണ്ടാവും. ആ ഒരു ക്യാമറ ഉള്ളൂടെ ഉള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ ബ്രെയിനാർക്കും അത് ഇനിയിപ്പോ ഞാനിപ്പോ അങ്ങനെ പറയുന്നതായിരിക്കും. അതായത് നമ്മളിപ്പോ ഈ ക്യാമറയ്ക്ക് മറിഞ്ഞ വെള്ളം കിട്ടാൻ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ കയറി തന്നെ വാതിലിന്റെ ഓപ്പോസിറ്റ് ക്യാമറ. ആ ക്യാമറയുടെ മറിയിൽ ഒരാൾ നിന്നാ പിന്നെ ഫ്രണ്ടിലെ ക്യാമറ നമ്മൾ സംസാരിക്കണം സമയം. പക്ഷെ ഓഡിയോ എപ്പോഴും കിട്ടില്ലേ? മൈക്ക് പിടിച്ചാൽ മൈക്ക് പിടിച്ച ബിഗ് ബോസ് എപ്പോഴേ പറയില്ല മൈക്ക് ഇത് ചെയ്യാൻ, മൈക്ക് മറക്കില്ലെന്ന്. ഇതിനെ കാണാൻ പറ്റില്ലല്ലോ. ശബ്ദം കേട്ടൂടെ സംസാരിക്കുന്നത് മനസ്സിൽ ബിഗ് ബോസിന് പൊട്ടണോ? എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവരുടെ ബുദ്ധിയിൽ ചെയ്യാൻ പറ്റുന്ന അവരൊക്കെ ചെയ്യില്ലേ. നമ്മളെ മനോഹരാക്കുന്നവർ ചെയ്യില്ലേ, ചെയ്യും. അതായത് അവർക്ക് എങ്ങനെ റേറ്റിംഗ് കിട്ടുക മാത്രമേ നമ്മൾ ചിന്തിക്കൂ. അല്ല ചിന്റെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അവർക്ക് റേറ്റിംഗ് കിട്ടുക അവർ സക്സസ് ആവണം. അതായത് നിങ്ങൾ ഈ നിൽക്കുന്ന സോഷ്യൽ മീഡിയ തീരുമാനിക്കില്ല. കാരണം നിങ്ങൾ എന്ത് സാധനമാണ് ഇവരിടുന്ന ലൈവ്, ഈ ലൈവ് എന്തായാലും എല്ലാവരും കാണില്ല. പക്ഷെ നിങ്ങളുടെ മീഡിയാസ് നിങ്ങളുടെ ഇടുന്ന കണ്ടന്റ് എല്ലാവരും കാണും.
അതായത് നിങ്ങൾ എല്ലാവരും പറയാറില്ലേ, അതായത് നിങ്ങൾ ഏതെങ്കിലും ആൾക്കാർ ചോദിക്കുമ്പോൾ ബിഗ് ബോസ് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാ നിമിഷങ്ങൾ ഞാൻ അറിഞ്ഞിട്ടാടുകയാണ് ഈ ജീവിത വേഷം. അതെ, ഞാൻ അറിഞ്ഞിട്ടാണ് ഈ ജീവിത വേഷം. അത് മനസ്സിലാക്കിയത് അല്ലാണ്ട് അറിയാണ്ടല്ല. അത് ഞാൻ എപ്പോഴും അവരോട് തന്നെ പാടി കേൾപ്പിക്കാറുണ്ട്. എല്ലാം അവിടെ ചെന്ന് അടിഞ്ഞ എന്നെ താങ്കൾ ആൾക്കാരോട് പറയാൻ നമുക്ക് ഞാൻ നിങ്ങളെ എല്ലാ മുഖം പഠിച്ചിട്ടുള്ള വന്നത്. എല്ലാ മുഖം പഠിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എക്സാമ്പിൾ ചിന്തിച്ചു നോക്കിയേ, 2 ആഴ്ച ഞാൻ അനങ്ങാതെ ഇരുന്നു ഇല്ലേ? 2 ആഴ്ചയോളം ഞാൻ അനങ്ങാതെ ഇരുന്നിട്ട് എനിക്ക് ഞാൻ ഔട്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ല. അതായത് ഞാൻ സഹായം ചെയ്തതിന് ഒരുപാട് അവരുടെ